തെരഞ്ഞെടുപ്പ് വിജയാഘോഷമാണത്രേ. ദേ നോക്കിയേ, എന്തൊരു വെറൈറ്റി ആഘോഷം. ഒരു മിണ്ടാപ്രാണിയുടെ ഭക്ഷണത്തിന് വേണ്ടി കൊല്ലുന്നതാണ്. ഏതിനേ ആയിക്കോട്ടെ, അതിനെ ഹലാലാക്കി കൊന്നുകഴിഞ്ഞാൽ അതിനോട് പോലും നമ്മൾ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ബഹുമാനം ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് കാണിക്കേണ്ടതുണ്ട്. കാണിക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ എന്ത് സന്ദേശമാണ് ഈ നാട്ടിൽ കൊടുക്കുന്നത്? കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മിണ്ടാപ്രാണിയുടെ തല കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നുള്ള ആഘോഷം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനം തന്ന മാൻഡേറ്റ് ആണ്. ജനവിധി അത് അനുകൂലമാകുമ്പോൾ മതിമറന്ന് പരിധി വിട്ടുള്ള ആഘോഷങ്ങൾ അത് ഈ സമൂഹം കൂടി കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഉത്തരേന്ത്യൻ മാതൃകയിലൊക്കെ നടക്കുന്ന ഇത്തരം അപരിഷ്കൃതമായിട്ടുള്ള ആഘോഷങ്ങൾ കാണുമ്പോൾ എന്താണ് ഇവർ ഇതിലൂടെ ഈ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശമെന്നാണ് തിരികെ ഉന്നയിക്കാനുള്ള ചോദ്യം. പരിധി വിട്ടിട്ട് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഒരു നാട്ടിലെ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തേക്ക് പ്രചരിക്കുമ്പോൾ എന്താണ് ആ നാട്ടിലുള്ള മനുഷ്യർ ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത്? മതവിശ്വാസികളായിട്ടുള്ള മനുഷ്യരുടെ ഉള്ളിലെ മാനുഷിക മൂല്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ പ്രകടമാവുകയാണ്. വിജയത്തിന് ഭക്ഷണത്തിന് വേണ്ടി ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു മിണ്ടാപ്രാണിയായിട്ടുള്ള ജന്തുവിനെ നിങ്ങൾ കട്ട് ചെയ്തു അല്ലെങ്കിൽ കൊന്നു, അതിനെ ആഹാരമാക്കി. എന്നിട്ട് ഇമാതിരിയുള്ള ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ വരും കാലങ്ങളിൽ കേരളത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതാണ് നിങ്ങൾ കാട്ടിക്കൊടുക്കാൻ പോകുന്നത്? തെരുവോരങ്ങളിൽ ഇത്തരം പ്രവണതകൾ ഇത് അനുവദിച്ചു കൊടുക്കേണ്ടതാണോ? കാടത്ത മനോഭാവത്തിൻ്റെ അവശേഷിപ്പായിട്ടല്ലേ ഇതിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ? ഇതൊക്കെയാണോ വരും കാലങ്ങളിൽ കേരളത്തിൽ കാണാൻ പോകുന്ന കാഴ്ചകൾ? എന്ത് സംഭവകാശമായിക്കോട്ടെ, മനുഷ്യരുടെ ഉള്ളിൽ ഭീതി തോന്നുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ആശങ്ക പരത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കാനിടയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ചെറുക്കാനോ ഒഴിവാക്കാനോ നിയന്ത്രിക്കാനോ പോലും ഒരു വ്യക്തി പോലും മുതിർന്നില്ല എന്ന് പറയുന്നിടത്ത് എന്താണ് വരുംകാല കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി ഈ നാട്ടിൽ ഇനി വിജയിച്ചവർക്ക് എന്ത് നടത്താമെന്നുള്ള ഒരു ലൈസൻസ് കൂടിയാണോ ആ വിജയമെന്ന് തോന്നിപ്പോവുകയാണ്. അല്ലെങ്കിൽ ഒരു സിംഗിൾ നേതാവെങ്കിലും വന്നിട്ട് ആ ചെയ്ത പ്രവർത്തകനെ തിരുത്താതെ അതിനെ വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന മനോഭാവം എന്ന് പറഞ്ഞാൽ എല്ലാത്തരം മനുഷ്യർക്കും ഈ കാഴ്ച കണ്ടിരിക്കാൻ കഴിയില്ല. ചില മനുഷ്യരുടെ മനസ്സിലൊക്കെ വല്ലാത്ത ആശങ്കയുണ്ടാക്കും. കാര്യം ഇത്തരം കാഴ്ചകളൊന്നും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കിടയിൽ ഒരിക്കലും കണ്ട് പരിചിതമായിട്ടുള്ളതല്ല. അതുകൊണ്ട് വിജയാഹ്ലാദം എന്ന പേരിൽ എന്ത് തോന്നിവാസവും കാട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാൻഡേറ്റ് തന്ന ജനം തന്നെയാണ് ഇത് കാണുന്നതെന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ.